Hello friends, once again welcome back to F2 Media. ഒരിക്കൽ കൂടി F2 മീഡിയയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ഭാഗമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഡോബി ഇല്ലസ്ട്രേറ്റർ എന്ന സോഫ്റ്റ്വെയറിന്റെ പാർട്ട് 8ൽ വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഡിസൈനിങ് വർക്ക് നിങ്ങൾ കാണിച്ചു തന്നിരുന്നു, ഒരു വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് കാർഡ് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പത്തെ പാർട്ടിലൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ടൂൾസുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞു പോയ ആ പാർട്ടുകളൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സിലെ വിസിറ്റിംഗ് കാർഡിൻ്റെ വർക്കൗട്ടൊക്കെ പലരും ചെയ്തു നോക്കിയിട്ടുണ്ട്. കുറേ ഡൗട്ട്സുകളും സജഷൻസൊക്കെ എനിക്ക് വരികയുണ്ടായി. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. സോ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൂൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിന് മുമ്പ് നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ അല്ലെങ്കിൽ അഡോബി ഇല്ലസ്ട്രേറ്റർ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയേണ്ട കാര്യങ്ങളാണ്. മറ്റൊന്നുമല്ല, കളർ തിയറി. പക്ഷേ കളർ തിയറി എന്തുകൊണ്ട് ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇൻട്രൊഡക്ഷൻ ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മളിത് ബിഗിനേഴ്സിനെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും കളർ കോമ്പിനേഷനെ കുറിച്ചും അതല്ലെങ്കിൽ CMYK RGB എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറേ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ തന്നെ ചിലപ്പോൾ നിങ്ങൾ മടുത്ത് പോയേക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്താഞ്ഞത്. നോർമലി നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് പഠിച്ചു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മളൊരു ഡിസൈനിങ് വർക്കൗട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വമേധയാ കുറച്ച് ഐഡിയാസും കുറച്ച് ഡൗട്ട്സുകളൊക്കെ ഡെവലപ്പായി വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ഇങ്ങോട്ട് തന്നെ ചോദിച്ചു, സർ എങ്ങനെ നമുക്ക് നല്ലൊരു കളർ കോമ്പിനേഷനിലൂടെ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും? അതല്ലെങ്കിൽ നമ്മൾ ഏത് കളർ മോഡിലാണ് ഒരു ക്യാൻവാസ് സെറ്റ് ചെയ്യേണ്ടത്? പ്രിൻറ്റിംഗ് പർപ്പസിനാകുമ്പോൾ അതെങ്ങനെ ചെയ്യണം? ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പലരും ഇങ്ങോട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പാർട്ടിലേക്ക് വേണ്ടി കളർ തിയറി മാറ്റി വെച്ചത്. ഇപ്പോൾ നമുക്കറിയാം, ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഫോൺസിനെ കുറിച്ച് പഠിച്ചു, ഷേപ്പുകളെ കുറിച്ച് പഠിച്ചു, അലൈൻമെൻറ്റ്, അതുപോലെ ഡ്രോയിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയ ഒന്നാണ് കളേഴ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ എത്ര ഭംഗിയിലുള്ള ഫോണ്ട് കൊടുത്താലും, എത്ര ഷേപ്സുകൾ നല്ല ഭംഗിയിൽ നമ്മളതിനെ സെറ്റ് ചെയ്ത് വെച്ചാലും, എത്രയൊക്കെ അലൈൻമെൻറ്റിൽ നമ്മളൊരു വർക്കിനെ പ്രസൻറ്റ് ചെയ്താലും അതിൽ നമ്മൾ കൊടുക്കുന്ന കളേഴ്സുകൾ മാച്ച് അല്ല എങ്കിൽ നമ്മളെ ഡിസൈൻ വെറുതെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കളർ കോമ്പിനേഷന്, കളർ തിയറിയൊക്കെ ബേസിക്കായിട്ട് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് അങ്ങനെ ഒരു ക്ലാസ് കൊണ്ടൊന്നും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. പക്ഷേ എങ്കിലും അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇനി വരുന്ന പ്രാക്ടിക്കലായിട്ടുള്ള വർക്കുകളിൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ടച്ചോട് കൂടി നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അത് എത്രത്തോളം നന്നാക്കാൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് സാധിക്കണമെങ്കിൽ ഈ പറയുന്ന കളർ തിയറിയുടെ ബേസിക് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതല്ല എങ്കിൽ ഒരു ഐഡിയ ഇല്ലാതെ, ഒരു ബന്ധമില്ലാത്ത പല കളേഴ്സുകളും നമ്മളെ ഡിസൈൻസിൽ വരാൻ ചാൻസ് ഉണ്ട്, ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ. അതുകൊണ്ടാണ് കളർ തിയറി പൂർണ്ണമായും മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇത് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ മാത്രമല്ല, നമ്മൾ ഡിസൈനിങ് സംബന്ധമായി എന്തും ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും കളർ തിയറി എന്നുള്ളത് മസ്റ്റാണ്. ക്രിയേറ്റീവായിട്ടുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ സ്വമേധയാ ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ അതിൽ കളറിങ്ങിന് വലിയൊരു പാർട്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കളർ തിയറിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക തന്നെ വേണം. അപ്പോൾ അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ നമുക്കതിന് ഒരു വർക്കിലേക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ കളർ തിയറിയിലേക്ക് പോവാം. കളർ തിയറി നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാണ് കളർ വീൽ. എന്താണ് കളർ വീല്? അതിൽ വരുന്ന കളറുകൾ ഏതൊക്കെയാണ്? അതിനെ എങ്ങനെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കളർ വീലിലൂടെ പഠിക്കാൻ പോകുന്നത്. ശരിക്കും നല്ലൊരു കളർ കോമ്പിനേഷനിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ കളർ തിയറി എന്താണെന്നുള്ളതും അതിൻ്റെ അണ്ടറിൽ വരുന്ന കളർ വീൽ എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ഡിസൈനിങ്ങിന് വേണ്ടി ഓരോ കളേഴ്സും എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ കളർ വീൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു റൗണ്ടഡ് ഷേപ്പിലുള്ള കളേഴ്സിനെയാണ് നമ്മൾ കളർ വീല് എന്ന് പറയുന്നത്. ഒരുപാട് കളേഴ്സ് നിങ്ങളിതിൽ കാണാം. റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീന് ബ്ലൂ അങ്ങനെയുള്ള പല കളേഴ്സുകളും നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ കളേഴ്സിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നിനെ വാം കളർ എന്നും മറ്റേതിനെ കൂൾ കളർ എന്നുമാണ് വിളിക്കുന്നത്.
അതായത് വാം കളർ എന്ന് വരുന്നത് ഇതിൻ്റെ ഹാഫ് പോർഷനായിട്ട് ഈ കാണുന്ന കളേഴ്സിനെയാണ് വാം കളർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡ് ഓറഞ്ച്, ഓറഞ്ച് യെല്ലോ ഗ്രീൻ, ഇത്രയും കളേഴ്സിനെ വാം കളർ എന്നും അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഗ്രീൻ മുതൽ റെഡ് വയലറ്റ് വരെയുള്ള ഇത്രയും പോർഷനെയാണ് നമ്മൾ കൂൾ കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കളർ വീലിൽ കാണുന്ന രണ്ട് പാർട്ടിനെയും കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന ഒന്നാണ് വാം കളേഴ്സ് എന്നും കൂൾ കളേഴ്സ് എന്നും. അപ്പോൾ അതിൽ നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പറയുന്ന രണ്ട് പാർട്ടിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിനൊന്നിനെ വാം കളേഴ്സ് എന്നും മറ്റതിനെ കൂൾ കളേഴ്സ് എന്നും വിളിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ അതിനേക്കാളും പ്രധാനമായിട്ട് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന കളർ വീലിലുള്ള അല്ലെങ്കിൽ ഇത്രയും കളേഴ്സിനെ രണ്ട് തരത്തിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നിനെ പ്രൈമറി കളർ എന്നും മറ്റതിനെ സെക്കൻഡറി കളർ എന്നാണ് പറയുന്നത്. പ്രൈമറി കളർ, സെക്കൻഡറി കളറുകൾ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം പ്രൈമറി കളർ ഏതാണ്, സെക്കൻഡറി കളർ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കളർ വീലിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ പ്രൈമറി കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. പ്രൈമറി കളറിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും റെഡ്, യെല്ലോ, ബ്ലൂ, ഈ മൂന്ന് കളേഴ്സിനെയാണ് നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. അതായത് കളർ വീലിലുള്ള പ്രൈമറി കളേഴ്സായിട്ട് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നത് ഈ മൂന്ന് കളേഴ്സിനെയാണ്, റെഡ്, യെല്ലോ, ബ്ലൂ. അതോടൊപ്പം തന്നെ സെക്കൻഡറി കളേഴ്സായിട്ട് നമ്മളിവിടെ പ്രതിനിധീകരിക്കുന്നത് ഓറഞ്ച്, വയലറ്റ്, ഗ്രീന്, ഈ മൂന്ന് കളേഴ്സിനെയാണ് നമ്മൾ സെക്കൻഡറി കളറായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പ്രൈമറി കളറും സെക്കൻഡറി കളറും കൂടി ചേർന്നിട്ടാണ് ബാക്കിയുള്ള കളറെല്ലാം കൂടി ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള കളറുകൾ ഉണ്ടാവുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് മെയിനായിട്ട് വരുന്ന പ്രൈമറി കളർ റെഡ്, ബ്ലൂ, യെല്ലോ ആണ്. സെക്കൻഡറി കളർ എന്ന് പറയുന്നത് വയലറ്റ്, ഓറഞ്ച്, ഗ്രീൻ, ഈ രണ്ട് കളേഴ്സുകളാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ബാക്കി കളേഴ്സുകളെല്ലാം നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് കിട്ടുന്ന കളറിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ടെറിഷറി അല്ലെങ്കിൽ ടെറിഷറി കളർ മോഡ്. അതായത് നമ്മൾ മുൻപ് പറഞ്ഞ സെക്കൻഡറി കളറിൻ്റെയും പ്രൈമറി കളറിൻ്റെയും ഷെയ്ഡ്സ് ആയിട്ട് വരുന്ന ഒന്നാണ് ടെറിഷറി കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കളറുകളെല്ലാം കൂടെയാണ് നമ്മൾ ശരിക്കും കളർ വീലിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, വയലറ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ഇവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റെഡും ഓറഞ്ചും കൂടി കൂടുന്ന സമയത്ത് ഇവിടെ ഒരു റെഡ് ഓറഞ്ച് എന്നുള്ള ഒരു കളർ വരുന്നുണ്ട്. അത് നമുക്ക് ടെറിഷറി കളറിലുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ റെഡും ഓറഞ്ചും ആണ് നോക്കിയത്, അതായത് ഒരു പ്രൈമറി കളറും മറ്റത് സെക്കൻഡറി കളറും. അതിൻ്റെ മിഡിലായിട്ട് ഈ കാണുന്നതാണ് ടെറിഷറി കളർ. ഇപ്പോൾ ടെറിഷറി കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നതിനാണ് നമ്മൾ ടെറിഷറി കളറായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, സെക്കൻഡറി കളറിലും പ്രൈമറി കളറിലും വരുന്ന കളറിൻ്റെ ഷെയ്ഡുകൾ. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് കളർ തിയറിയിൽ ആദ്യം പഠിക്കേണ്ടത്. കളർ തിയറിയിൽ വരുന്ന കളേഴ്സുകൾ ഏതൊക്കെയാണ്, അതിൽ പ്രൈമറി കളർ എന്താണ്, സെക്കൻഡറി കളർ എന്താണ്, സെക്കൻഡറി കളറും പ്രൈമറി കളറും കൂടി ചേരുന്ന സമയത്തുണ്ടാകുന്ന കളർ എന്താണ്, അതിന് പറയുന്ന പേരാണ് ടെറിഷറി കളർ എന്നുള്ള കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു ബേസിക്കായിട്ട് ഐഡിയ കിട്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും പല കളേഴ്സിൻ്റെയും ഷെയ്ഡുകൾ എവിടെയൊക്കെ നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ടിൻറ്റുകൾ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം ടിൻറ്റ് എന്താണെന്നുള്ളതും ഷെയ്ഡ് എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ കളർ വീൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ടിൻറ്റ്, ഷെയ്ഡ്, ടോൺ. ഇവിടെ ഞാനൊരു യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. യെല്ലോ കളറിൻ്റെ തന്നെ ആക്ച്വൽ കളറിൽ നിന്ന് ഒരു വൈറ്റിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും നമ്മൾ ടിൻറ്റ് എന്ന് പറയുന്നത്. മിക്സഡ് വിത്ത് വൈറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ശരിക്കും ഇപ്പോൾ ഡിസൈനർമാർ മാത്രമല്ല, ഇപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ പലപ്പോഴും പെയിൻറ്റിൻ്റെ ടിൻറ്റുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പലർക്കും അതറിയില്ല എന്താണ് ടിൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ആരെയും ചോദിക്കുന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് പറയണ്ട. നമ്മൾ ഉപയോഗിക്കുന്ന ആക്ച്വൽ കളറിൻ്റെ വൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓരോ കളറുകളുമാണ് നമ്മൾ ടിൻറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മൾ ഷെയ്ഡ്സിനെ കുറിച്ചും പറയാറുണ്ട്. ഇപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു ഗ്രീൻ ഷെയ്ഡ് വേണം, അല്ലെങ്കിൽ റെഡ് ഷെയ്ഡ് വേണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഷെയ്ഡ് എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യെല്ലോയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്ലാക്ക് മിക്സിലേക്ക് പോകുന്ന ഒന്നാണ് ശരിക്കും യെല്ലോ ഷെയ്ഡ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വലായിട്ടുള്ള യെല്ലോ കളറിന് അതിൻ്റെ ബ്ലാക്കിലേക്ക് പോകുന്ന ടോണാണ് ശരിക്കും ഷെയ്ഡ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ടോണാണ്. അത് ശരിക്കും മിക്സ് വിത്ത് ഗ്രേ, അതായത് ആക്ച്വൽ കളറിന്ന് ഗ്രേയിലേക്ക് പോകുന്ന മിക്സ്, അതിനാണ് നമ്മൾ ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ടിൻറ്റ്, ഷെയ്ഡ്, ടോൺ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കളർ മോഡുകളാണ്. ഒന്ന് RGB, മറ്റൊന്ന് CMYK. അതായത് RGB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ. CMYK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാൻ, മജന്ത, യെല്ലോ ആൻഡ്
കീ അല്ലെങ്കിൽ ക്രിപ്റ്റൺ എന്നൊക്കെ നമ്മൾ പറയും. അതായത് കെ സിംബലൈസ് ചെയ്യുന്നത് ശരിക്കും ബ്ലാക്കിനെയാണ്. സിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബ്ലൂ, മജന്ത, യെല്ലോ, ദെൻ ബ്ലാക്ക്. അപ്പോൾ ഈ 2 കളറുകളാണ് നമ്മൾ യൂഷ്വലി വർക്ക് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കളർ മോഡ്സുകൾ. ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ നിങ്ങൾ ആദ്യം ഉണ്ടാക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കും ഡെഫിനിഷനിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അത് നമുക്ക് 1 by 1 ആയിട്ട് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുന്ന കൂടെ തന്നെ പഠിക്കാം. ഇപ്പോൾ ബേസിക്കായിട്ട് എന്താണ് RGB കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ RGBയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ എന്തൊക്കെയാണ്, CMYKയിൽ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, CMYKയിൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്നത്. ഞാനിവിടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ RGB കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും മോണിറ്റർ കളർ മോഡാണ് RGB എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രിൻറ്റിംഗ് പർപ്പസിനോ അതല്ലാണ്ട് ഒരു ഫിസിക്കൽ എലമെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു കളർ മോഡാണ് RGB എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ചെയ്യുകയാണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു പ്രിൻറ്റിംഗ് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കാറില്ല. അതൊരു വിഷ്വൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ആ പോസ്റ്ററുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളത് RGB കളർ മോഡിലിട്ട് ചെയ്യും. അതല്ലെങ്കിൽ ഒരു വെബ് ഡിസൈൻ ചെയ്യാണ്. വെബ്സൈറ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, www.com എന്നൊക്കെ നമ്മൾ പറഞ്ഞടിക്കുന്ന വെബ്സൈറ്റുകൾ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിസൈൻ അതല്ലെങ്കിൽ ലേഔട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ RGB കളർ മോഡിലിട്ടാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഒരു പ്രിൻറ്റിംഗ് പർപ്പസിനല്ല നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രോഷേഴ്സുകളൊക്കെ ഇപ്പോൾ ട്രെൻഡായിട്ട് വരുന്ന ബ്രോഷേഴ്സ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് RGB കളർ മോഡിലാണ് നമ്മൾ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിലാണെങ്കിലും ടാബിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു വിഷ്വൽ പർപ്പസിന് വേണ്ടി ഒരാളുടെ മുമ്പിലേക്ക് ഒരു വർക്ക് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് RGB മോഡിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ വരുന്നത് CMYK ആണ്. CMYK എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ എക്സ്പാൻഷൻ. ശരിക്കും CMYK എന്ന് പറഞ്ഞാൽ അതൊരു പ്രിൻറ്റിംഗ് കളർ മോഡാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ഡിസൈന് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു എലമെൻ്റായിട്ട് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ CMYK കളർ മോഡിലാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വിസിറ്റിംഗ് കാർഡ് അതല്ലെങ്കിൽ ഫ്ലയറുകൾ, ബ്രോഷറുകൾ, മറ്റുള്ള നോട്ടീസുകൾ അതല്ലെങ്കിൽ ഫ്ലക്സുകൾ ഇതൊക്കെ നമ്മളൊരു പ്രിൻറ്റിംഗ് എന്നുള്ള പർപ്പസിലാണ് ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പേജ് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ CMYK എന്ന് പറഞ്ഞ കളർ മോഡാണ് സെലക്ട് ചെയ്യുക. ഒരു പക്ഷേ ഞാനിവിടെ ഇല്ലസ്ട്രേറ്ററിൽ നമ്മൾ പേജ് ഡോക്യുമെൻറ്റ് സെറ്റിംഗ് പഠിച്ച സമയത്ത് ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ കളർ തിയറി എടുക്കുന്ന സമയത്ത് അതിലേക്ക് പോകാം എന്ന് കരുതി അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ നമ്മളിവിടെ ന്യൂ ഡോക്യുമെൻ്റ് എടുക്കുമ്പോൾ തന്നെ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കളർ മോഡ് കാണിക്കും. ഇപ്പോൾ ഇല്ലസ്ട്രേറ്ററിൽ ഡീഫാൾട്ടായിട്ട് എപ്പോഴും CMYK ആയിരിക്കും ഉണ്ടാവുക. നമുക്കിവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് താഴെ നമുക്ക് RGBയും കാണും. ഇപ്പോൾ നമുക്ക് RGBയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ RGB സെലക്ട് ചെയ്യാം. CMYK ആണ് വേണമെന്നുണ്ടെങ്കിൽ CMYK സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് കളർ മോഡാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ കളർ മോഡിലുള്ള ഡോക്യുമെൻ്റ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആക്കിയതിന് ശേഷവും നമുക്ക് ഈ കളർ മോഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ 2 കളേഴ്സിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകുന്ന ഒരു സംശയം എന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്, ഇപ്പോൾ RGBയിൽ ചെയ്യുമ്പോഴും CMYKയിൽ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന മാറ്റം എന്താണ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഡൗട്ട്. അപ്പോൾ അതിനുള്ളൊരു ആൻസർ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും നമുക്കതിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ ചില കളേഴ്സിൽ നിങ്ങൾക്കൊരു മാറ്റം ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ബ്ലൂ പോലത്തെ കളറിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കാര്യമായിട്ട് തന്നെ കാണാൻ സാധിക്കും. മാത്രമല്ല ചില ഡിസ്പ്ലേകളിൽ നമ്മൾ ഈ 2 മോഡൽ ചെയ്ത വർക്കുകളും പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡിസ്പ്ലേകളിലെ ഡിപ്പെൻഡ് ചെയ്തിട്ടും നമുക്കിതിൻ്റെ ചേഞ്ചസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്തൊരു വർക്ക് CMYKയിൽ ചെയ്തു, ഒന്ന് RGBയിലും ചെയ്തു. ബേസിക്കലി കമ്പ്യൂട്ടറിൽ നമ്മൾ മോണിറ്റർ നോക്കുമ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് മൊബൈലിലേക്ക് ഇട്ട് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ വലിയൊരു മാറ്റം നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ ഡിസ്പ്ലേയിൽ വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയാണ്. മോണിറ്റർ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് RGBയിലും പ്രിൻറ്റിംഗ് പർപ്പസിന് വേണ്ടി നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് CMYKയിലും ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷേ നിങ്ങൾ ലാർജ് ഫോർമാറ്റ് പ്രിൻറ്റിംഗ് ഒക്കെ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ വലിയ പ്രിൻ്ററുകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി കാണുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു സൈഡിലായിട്ട് അതിൻ്റെ ഇങ്ക് ബോട്ടിലുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ CMYK ബോട്ടിലുകളായിരിക്കും അതുണ്ടാവുക. ഈ സെയിം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള കളറിലുള്ള ഇങ്ക് ബോട്ടിലുകൾ. അതായത് ആ പ്രിൻ്ററിൽ നമ്മൾ കളറുകൾ ലെസ്സായി തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന കളറുകളാണ് മെയിനായിട്ട് നമ്മളതിൽ ഫില്ല് ചെയ്യുക. ഈ കളറുകളിലൂടെയാണ് ബാക്കിയുള്ള കളേഴ്സുകൾ ജനറേറ്റ് ചെയ്യുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ RGB ആണെങ്കിലും CMYK ആണെങ്കിലും ബാക്കിയുള്ള കളേഴ്സുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സർക്കിൾ ഇട്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഷെയ്ഡ്സ് ഇങ്ങനെ കാണാൻ സാധിക്കും. അതായത് ഈ 4 കളർ അതല്ലെങ്കിൽ RGBയിൽ വരുന്ന 3 കളേഴ്സ് വരും. അതിൻ്റെ ഷെയ്ഡിലൂടെ ഉണ്ടാവുന്ന ബാക്കി കളേഴ്സുകൾ. അപ്പോൾ ആ കളറുകളൊക്കെ രൂപപ്പെടുന്നത് ഈ പറയുന്ന 2 കളർ മോഡിൽ നിന്നാണ്.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ CMYK RGB എന്നുള്ള ഈ ഒരു കാറ്റഗറിയിൽ പഠിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ പാർട്ടിലൊക്കെ പല വർക്കുകൾ ചെയ്ത സമയത്തും കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കളർ പിക്കർ എന്ന് പറഞ്ഞ ഈ ഒരു പാലറ്റ് യൂസ് ചെയ്തിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും RGB എന്നുള്ളത്, RGB. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് CMYKയും. അതായത് നമുക്കിവിടെ വാല്യൂ വെച്ചിട്ട് RGBനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ CMYKനെ നമുക്ക് വാല്യൂ വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പ്യുവർ ബ്ലാക്ക് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ Kൻ്റെ അടുത്ത് 100 കൊടുക്കുക, ബാക്കിയെല്ലാം 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്യുവർ ബ്ലാക്ക് കളർ അവിടെ കിട്ടും. എക്സാക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ. അതായത് നമ്മളൊരു പ്രിൻറ്റിങ്ങിനൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ 100% ബ്ലാക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ നമുക്ക് വാല്യൂ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന RGBനെയും CMYKനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ വേറെയും വരുന്നുണ്ട് കളർ കോഡുകൾ, അതുപോലെ HSB വാല്യൂ ഒക്കെ വരുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിവേസ് ഇപ്പോൾ നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഡെഫിനേഷനൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കാനും കണ്ട് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുക. കാരണം ഫ്യൂച്ചറിൽ നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറോ വെബ് ഡിസൈനറോ 3D വിഷ്വലൈസറോ ഒക്കെ ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ബേസിക്കായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഈ പറഞ്ഞത് കംപ്ലീറ്റും. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റാസ് ഒരു നോട്ടായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്രയും നല്ലതാണ്. കാരണം നിങ്ങളിപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനിങ് പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫ്രഷർ ആയിരിക്കും. അപ്പോൾ അവർ ചിലപ്പം ബേസിക്കലായിട്ട് നിങ്ങളോട് കുറേ കാര്യങ്ങൾ ചോദിക്കും. അതിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് RGB അല്ലെങ്കിൽ CMYK, അതും അല്ലെങ്കിൽ കളർ കോമ്പിനേഷനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തിയററ്റിക്കൽ പാർട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എനിവേസ് നമ്മൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് പാർട്ടിൽ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും ഗുഡ് ബൈ.